നമ്മള് ബാഗൊക്കെ എടുത്തോ അങ്ങനെ ട്രിപ്പ് പോകാനൊരു കലബിലുണ്ടല്ലോ. ഈ കലബിൽ എടുക്കാനായിട്ടില്ല. അതെ, ഞങ്ങള് വയനാട്ടിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിലാണ്. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ബാഗുകളും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഓണത്തിന്റെ ഭാഗമായിട്ട് ഇവര് എന്റെ വീട്ടിലേക്ക്, അതായത് ലീതു, ഇവ, അളിയൻ ആൻഡ് ഇത് ഇവിടെ ഉള്ളതാണ് എൻ്റെ പെങ്ങളാണ് ജിയ. നമുക്ക് 3 പേരും കൂടി ഉണ്ട് നമ്മളെ കൂട്ടത്തിൽ. അവര് വേറെ സെപ്പറേറ്റ് ആണ് വരുന്നത്. അപ്പം ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. വയനാട്ടിലെ വിശേഷങ്ങളും വയനാട്ടിലെ നമ്മൾ പോകുന്ന വില്ലയിലെ വിശേഷങ്ങളുമാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. 2 പാർട്ടായിട്ടായിരിക്കും വീഡിയോ വരുന്നത്. ആൻഡ് എന്താ പറയാ, ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ നമ്മളെ ഇൻഫോ യാത്രയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും എന്നാലും, പക്ഷേ നമ്മൾ അത് ഉഷാറായിട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും വ്ളോഗ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ. ഓഫ് ടു വയനാട്. ഒരു വെൽക്കം പറയണ്ടേ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് അളിയൻ, ക്യാമറാമാൻ, നമ്മളെ സ്വന്തം ക്യാമറാമാൻ. ഇതാണ് എൻ്റെ വീട് കേട്ടോ, വീട്. പിന്നെ ഇതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവാ പോവാ. ഇവ എവിടെ? ഇവാ വായോ. ഇന്ന് ഇവൻ്റെ ഡേ ആണ്. ഇന്ന് രാവിലെ എന്താ പറയുക, ഛർദിലൊക്കെ ആയിരുന്നു അല്ലേ. എന്നാൽ കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് പാലത്ത് വഴി നരിക്കുനി, താമരശ്ശേരി, അടിവാരം, വയനാട്, ഇങ്ങനെയാണ് നമ്മുടെ റൂട്ട് വരുന്നത്. ഇത് നമ്മൾ നരിക്കുനി എത്തി. നരിക്കുനി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? അപ്പം നമ്മൾ നരിക്കുനി പാസ് ചെയ്തു. എളേറ്റിൽ വട്ടോളി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതേ ആനവണ്ടി വരുന്നു. വെൽക്കം ടു വയനാട്. ഇപ്പം നമ്മൾ വയനാട് ലക്കിടി എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചരിത്ര പ്രസക്തിയുള്ള ഒരു കാഴ്ച കാണാൻ വേണ്ടി പറ്റും. ഇത് നമ്മളെ കരിന്തണ്ടൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാച്യു ആണ് കേട്ടോ. കരിന്തണ്ടൻ എന്ന് പറയുന്ന ഒരു പണിയർ വിഭാഗത്തിൽപ്പെട്ട ഒരു ആദിവാസി മൂപ്പന്റെ സ്റ്റാച്യു ആണ് നമ്മൾ കാണുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ വയനാട് ചുരം ഉണ്ടായത് ഇദ്ദേഹത്തിന്റെ ആ ഒരു ഡയറക്ഷനിലൂടെയാണെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഈ കരിന്തണ്ടന്റെ അടുത്ത് നമ്മൾ വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഓക്കെ അല്ലേ? ലക്കിടിയിലെ ഒരു തട്ടുകടയിൽ നിന്ന് ഇവർ കടല കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ച് എന്തിനു വേണ്ടി വേണ്ട. Hi guys, we are from Mysore. We have came to Wayanad to spend our time with beautiful friends in Wayanad. Suddenly we got a very beautiful one of my friend, his good name Vishnu. He was making a very good blog and he is very good influencer. Please follow him and please support him. He is one of the best Ahmadi. Stop. Ahmadi. Love from Bombay and Mysore. Okay. നമ്മള് പോകുന്ന വഴി 2-3 ആളുകളെ പരിചയപ്പെട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റിസോർട്ട് ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലക്കിടിയിൽ നിന്ന് ഏകദേശം ഈ റിസോർട്ടിലേക്ക് 17 കിലോമീറ്റേഴ്സ് അല്ലേ? 17 കിലോമീറ്റേഴ്സ് ആണത്. ഇനി നമ്മൾ എത്താൻ പോകുന്നത് ചുണ്ടയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല, നോക്കാം. വയനാടിൻ്റെ ദൃശ്യ മനോഹാരിത. നമ്മൾ ചുണ്ടയിൽ നിന്ന് സ്ട്രെയിറ്റ് ഊട്ടി വഴിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റിസോർട്ടിലുള്ളത് ഊട്ടി വഴിയിലാണ്. മറ്റേ വഴി മൈസൂർ. അപ്പോൾ 2 വഴി നമുക്ക് കാണാൻ വേണ്ടി പറ്റും ചുണ്ടയിൽ എത്തിക്കഴിഞ്ഞാൽ. എൻ്റെ മുഖത്ത് നന്നായിട്ട് ക്ഷീണമുണ്ട്. കാരണം ഫുഡ് ഇൻഫെക്ഷൻ അടിച്ച് 2 ദിവസം, 2 അല്ല ആക്ച്വലി 4 days അഡ്മിറ്റ് ആയിരുന്നു കൊച്ചിയിൽ. അതുകൊണ്ടാണ് ക്ഷീണം തോന്നിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. റിസോർട്ടല്ല, അതൊരു പൂൾ വില്ലയാണ്. നമുക്ക് കാണാം, അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വില്ലിലേക്ക് പോകുന്ന ഈ വഴിയാണ് കേട്ടോ. നമ്മളെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വില്ല. ഇതിന്റെ പേര് വരുന്നത് ബോഗൻ വില്ല. ഓക്കെ, ബോഗൻ വില്ല എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ നമ്മൾ വില്ലയിലെത്തി. ബാഗും കാര്യങ്ങളൊക്കെ അകത്ത് വെച്ചിട്ടുണ്ട്. അകത്തെ വിശേഷങ്ങൾ
ഞാൻ കാണിച്ചു തരാം. അതിന്റെ മുന്നേ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിന്റെ മുന്നേ ഫുഡ് കഴിക്കാൻ പോകണ്ടേ? ഭക്ഷണം കഴിക്കാൻ പോകണം. അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് ഇവിടെ ഒരു കെയർ ടേക്കർ ഉണ്ട്. ചേട്ടന്റെ പേരെന്തായിരുന്നു? സുകുമാരൻ എന്നാണ് ചേട്ടന്റെ പേര്. ഓക്കെ, ചേട്ടനാണ് ഇവിടെ ഇവിടുത്തെ മൊത്തം കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ നോക്കുന്നതും കാര്യങ്ങളൊക്കെ ചേട്ടനാണ്. അപ്പം ഇതാണ് നമ്മുടെ ജ്യൂസ് അതൊക്കെ വേണമെന്ന് ചോദിച്ചു. നമ്മളിപ്പോ കറന്റ് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പോകണതുകൊണ്ട് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഭക്ഷണത്തിന് നമ്മൾ ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഇവിടെ അടുത്ത് എന്തോ ഓണാഘോഷ പരിപാടി ഉണ്ട്, അപ്പൊ അവിടെ പോയി നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു ഓഫറാണ്. ലക്കിലി നമുക്ക് അവിടെ കഴിച്ചതേ ഉള്ളൂ. നിങ്ങളെ കഴിച്ചവിടെ വെച്ച് ഇരിക്കുന്നു. അത് ശരി. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല ചേട്ടാ. എല്ലാത്തിനും ഭക്ഷണം കഴിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ ജസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. എല്ലാവരും ഒരു കൂട്ടായ്മയോടെ ചെയ്യുന്നതാണല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ അവിടേക്ക് പോവാം. വരുന്നില്ലേ? ഇന്ന് മൊത്തം നമ്മൾ ഈ വില്ലയിലെ വിശേഷങ്ങളാണ്. ഞാൻ വില്ല കാണിച്ചു തരാം. നമ്മൾ ഭക്ഷണം കഴിച്ച് വന്നിട്ട് നമുക്ക് ഇവിടെ മൊത്തം ഒന്ന് കാണാം. അവിടെ പൂളുണ്ട്, ലവ് ബേർഡ്സ് ഉണ്ട്, ഇവിടെ ചെറിയൊരു ചിൽഡ്രൻസിന് ചെറിയൊരു പാർക്ക് ഉണ്ട്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം ചെയ്യേണ്ടത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ലെറ്റ്സ് ഗോ. ഇന്ന് ഈ വഴി നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ അരുവി എന്തെങ്കിലും ഉണ്ടോ? ആ, അരുവി. ഇവിടെ നമ്മുടെ വില്ലേൻ്റെ അടുത്ത് ചെറിയൊരു അരുവി ഇവിടെ ഒഴുകുന്നുണ്ട്. എൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ഫുഡ് ഇൻഫെക്ഷൻ അടിച്ച് ഗായ്സ്. കണ്ട ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കരുത് കേട്ടോ. കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ കൊച്ചി വൈറ്റിലുള്ള ഒരു ഹോട്ടല്, വൈറ്റില എരൂർ റോഡ് അല്ലേ, വൈറ്റില ഹബിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചതാണ്. ബീഫും പുട്ടും കഴിച്ചു. ബീഫിൽ നിന്നാണ് പണി കിട്ടിയത്. പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിക്കേണ്ടതിലൊക്കെ സംഭവിച്ചു. അപ്പൊ ഞങ്ങൾ റിസോർട്ടിൽ വന്ന സമയത്ത് ഇവിടെ ഓണസദ്യ കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചാണ് കേട്ടോ. ഈ ഒരു അങ്കണം നമുക്കായി ഇവിടെ ഒരു റെസിഡൻസിന്റെ റെസിഡൻസ് അല്ല, ക്ലബിന്റെ ഒരു ഓണാഘോഷ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അവരെ ഊണ് കഴിക്കാൻ വേണ്ടി വിളിച്ചാണ്. അപ്പൊ നമ്മൾ നോക്കാം. ഓക്കെ, ഓണാഘോഷ പരിപാടിയിലൊക്കെ പങ്കെടുത്തു. വയനാട്ടിലെ അറിയാത്ത ഏതോ ആളുകൾ, അവരുടെ ഇടയിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇനി പോവല്ലേ? നിനക്കെന്തൊരു പുച്ഛം? ഇത്രയും സ്ട്രേഞ്ചേഴ്സിന്റെ ഇടയിൽ കഴിച്ചതിന്റെ ഒരു ഫസ്റ്റത്തെ അനുഭവമായതുകൊണ്ടുള്ളൊരു ചലിപ്പ്. ഇതാണ് ടീച്ചിങ്. പൂമരം എന്ന് പറയും. പൂമരം അതിന്റെ ഇത് പൂവിന്റെ മൊട്ടാണിത്. അത് നമ്മൾ ഇവിടെ ലേസം ഇങ്ങനെ ചെറിയ നമ്മൾ കുട്ടികളെ കഴിക്കാൻ പറ്റേ ഇങ്ങനെ അടിച്ചിട്ട് ഓരോരുത്തരുടെ മേത്തേക്ക് ഇങ്ങനെ മുമ്പിൽ നടക്കുന്ന ആളെ വേക്കുന്ന ഇങ്ങനെ. റെഡ് കളർ പൂവ് അല്ലേ? ഇതാണ് പീച്ചിങ്. ഓക്കെ, ഇതാണ് പീച്ചിങ് അല്ലേ? ഇവിടെ വയനാട്ടിൽ ഇങ്ങനെ ഒരുപാട് വൈവിധ്യമാർന്ന ചെടികളും കായകളും ഉണ്ട്. അതിലൊന്നാണ് ഇപ്പൊ കണ്ടത്. ഓക്കെ, ഓ ഇവയ്ക്കുള്ളത് കിട്ടി അല്ലേ? ഇവ ഞങ്ങൾ നല്ല സദ്യയൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങളുടെ ബോഗൻ വില്ലയിൽ എത്തിയിരിക്കുകയാണ്. ഇത് കണ്ടോ? ഇതെന്താണെന്നറിയോ? അവിടുന്ന് പായസം കുടിച്ചിട്ട് അത് പോരാഞ്ഞിട്ട് അതെടുത്ത് ഇങ്ങോട്ടേക്ക് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് നന്നായി. അപ്പോൾ നമ്മൾ റിസോർട്ടിലൊക്കെ എത്തി ഇങ്ങനെ ചില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തേക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ ഈ റിസോർട്ടിനെ കുറിച്ചുള്ള മൊത്തം വിശേഷങ്ങളും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്തായാലും മിസ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണുക കേട്ടോ. കാരണം അടിപൊളി സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. നല്ല ലക്ഷറിയസ് എന്ന് തന്നെ വേണം പറയാൻ പറ്റും. ഇത്രയും അടിപൊളിയായിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം ബാക്കി വീഡിയോ നമുക്ക് നാളെ കാണാം. അപ്പോൾ അതുവരെ ബൈ.